60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേലും ലബനനും ധാരണയായേക്കുമെന്നറിയുന്നു. ഹിസ്ബുള്ള വെടിനിർത്തലിന് അംഗീകാരം നൽകുമെന്നും അറിയുന്നു. വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ഇന്ന് ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് യോഗം ചേരും. വെടിനിർത്തൽ ധാരണയ്ക്ക് തടസ്സങ്ങളില്ലെന്ന് ലബനനും അറിയിച്ചു. ഹമാസും വെടിനിർത്തലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, അപ്പോൾ ഇന്നു മുതൽ അങ്ങോട്ടൊരു പക്ഷേ ശുഭവാർത്തകൾ എന്ന് കരുതാമല്ലേ? വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമോ അതോ ഇന്ന് ചർച്ചകളാണോ? വീണ, ഇന്ന് വെടിനിർത്തൽ സംബന്ധിച്ച യുദ്ധ ക്യാബിനറ്റിൻ്റെ യോഗമാണ് നടക്കുന്നത്. തീർച്ചയായും നമുക്ക് ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് ഇന്നലെ തന്നെ പുറത്തു വന്ന വാർത്തകളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് സാധ്യമാകുമെന്ന് തന്നെ ഏതാണ്ട് പൂർണ്ണമായും ഉറപ്പിക്കാവുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒരു ശാശ്വത പരിഹാരമാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായൊരു മറുപടിയില്ല എന്ന ഒരു അന്താരാഷ്ട്ര സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, ഈ വ്യവസ്ഥകളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഈ വ്യവസ്ഥാപിതമായൊരു സംവിധാനമായ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ സംവിധാനമായ ഇസ്രായേലും ലബനനിലെ വ്യവസ്ഥാപിത സർക്കാരും മിലിഷ്യയായ ഹിസ്ബുള്ളയും തമ്മിലാണ്. ഈ സ്വാഭാവികമായും ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇറാൻ ഇതിൽ കക്ഷിയല്ല എന്നുള്ളതാണ്, ഈ സമാധാന ചർച്ചകളിൽ കക്ഷിയല്ല എന്നുള്ളതാണ് ഏറെ ഗൗരവമുള്ളൊരു നിരീക്ഷണമായി അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ 60 ദിവസത്തെ വെടിനിർത്തൽ സാധ്യമാക്കണം. അതുപോലെ തന്നെ ലിറ്റാനി നദിയുടെ തീരത്ത് നിന്ന് വടക്കോട്ട് മാറണം, ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണം. ഈ ധാരണകളെല്ലാം തന്നെ 2006 UN റെസൊല്യൂഷൻ്റെ ഭാഗമായി ലബനൻ നടപ്പാക്കാമെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും തെക്കൻ ലബനനിലെ ബെയ്റൂട്ടിലും എല്ലാം തന്നെ വിന്യസിപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ സേനയും പിന്മാറുമെന്നാണ് കൃത്യമായൊരു ധാരണ. സ്വാഭാവികമായും സേനാ പിന്മാറ്റം ഉണ്ടാകുമ്പോൾ ലിറ്റാനി നദിയുടെ പരിസരത്ത് വലിയൊരു ബഫർ സോൺ, ഒരു ബഫർ സ്ട്രിപ്പ് തന്നെ ഉണ്ടാകും എന്നത് മറ്റൊരു വസ്തുത തന്നെയാണ്. മാത്രമല്ല, ആ ബഫർ സ്ട്രിപ്പ് ഉണ്ടാകുന്നതോടുകൂടി കൃത്യമായി ഈ ബഫർ സോണിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാണ്, അതുപോലെ തന്നെ ലബനൻ്റെ ഭാഗമാണ് എന്ന് നിശ്ചയിക്കുന്നതിനുള്ള അതിർത്തി മാർക്ക് ചെയ്യുകയും ആ അതിർത്തി മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി ഈ ധാരണ പൂർണ്ണമായും നടപ്പാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷാ നിർഭരമായൊരു കാര്യമായി നിലനിൽക്കുന്നത്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുന്നതിന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പിന്തുണ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഗൗരവമേറിയൊരു വിഷയമായി നിലനിൽക്കുന്നത്. ഇറാൻ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. ഇറാൻ ഇതിനെ ഹിസ്ബുള്ളയ്ക്ക് വീണ്ടും ആക്രമണത്തിനും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കും ഒരു മിലിഷ്യ നീക്കങ്ങൾക്കുമാണ് പിന്തുണ നൽകാനുള്ള ഒരു പ്രോക്സി വാറിനുള്ള നീക്കമാണ് ഇറാൻ പിന്തുണയ്ക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും ഈ 60 ദിവസത്തെ സമാധാന നീക്കങ്ങൾ പൂർണ്ണമാകില്ല എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും കക്ഷികളായ ലബനൻ അതുപോലെ തന്നെ ഹിസ്ബുള്ളയും വെടിനിർത്തലിന് തയ്യാറാണ്. അത് സംബന്ധിച്ചുള്ള യുദ്ധ ക്യാബിനറ്റിൻ്റെ ധാരണയാണ് ഇന്ന് ഔദ്യോഗികമായി ഉണ്ടാവുക. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന യുദ്ധ ക്യാബിനറ്റ് ഇതിന് അംഗീകാരം നൽകുന്നതോടെ തുടർ നടപടികളിലാണ് ഉണ്ടാവുക. സ്വാഭാവികമായും വെടിനിർത്തൽ മണിക്കൂറുകൾക്കകം റിയലൈസ് ചെയ്യുന്നതിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്നത് സംബന്ധിച്ച് ഒരു തർക്കം നിലനിൽക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയുമാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഹമാസ് ഇതിനെ അനുകൂലിക്കുന്നൊരു ധാരണയുണ്ട് എങ്കിൽ കൂടി ഹൂതി വിമതർ ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇറാനിലുള്ള പോപ്പുലർ ഫോഴ്സ് എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ, അതുപോലെ ഗൊലാൻ കുന്നിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്, അത്തരത്തിലുള്ള സംവിധാനം ഇറാൻ്റെ ഔദ്യോഗികമോ അനൗദ്യോഗികമോ അല്ലാത്ത ഒരു മിലിഷ്യ സംവിധാനം, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇതിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം നിലവിലെ സൂചനകൾ പ്രകാരം കാണാനാവില്ല എന്നതുകൊണ്ട് തന്നെ ശാശ്വതമായൊരു പരിഹാരമായി ഇതിനെ കാണാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ ധാരണ 60 ദിവസത്തേക്കാണ് എന്നുള്ളതും ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. നിലവിലെ സാഹചര്യത്തിൽ 60 ദിവസം കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ നിലവിൽ ഇന്ന് 60 ദിവസം കഴിയുന്നതോടുകൂടി അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടി കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഏത് രീതിയിലാണ് തുടർ നടപടികൾ ഉണ്ടാവുക എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകളെ കൂടി ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നിലപാടുകളെ കൂടി ആശ്രയിച്ചിരിക്കുമെന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വീണ. ഓക്കെ, ശരിയായി സർ.